വാസ് അല്ലെങ്കിൽ വേർ ഇത് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുക? അല്ലെങ്കിൽ ഇതെങ്ങനെ ഉപയോഗിക്കുക? ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുന്ന പലർക്കും ഉണ്ടാവുന്ന ഒരു തെറ്റാണ്. അല്ലെങ്കിൽ പലർക്കും തെറ്റ് വരണ ഒരു ഏരിയയാണ് വാസ് അല്ലെങ്കിൽ വേർ. ഇത് ഭൂതകാലം അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ഒരു കാര്യത്തെക്കുറിച്ച് പാസ്റ്റ് ടെൻസിനെ കുറിച്ച് പറയാനാണ് നമ്മൾ വാസ് അല്ലെങ്കിൽ വേർ ഉപയോഗിക്കുന്നത്. ഒരാളെ കുറിച്ച്, അതായത് സിംഗുലർ ആയ ഒരാളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ വാസ് എന്നും, ഒന്നിലധികം ആളുകളെ കുറിച്ച് പ്ലൂരൽ ആയ ആളുകളെ കുറിച്ച് പറയുമ്പോൾ വേർ എന്നും നമ്മൾ ഉപയോഗിക്കണം. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഐ വാസ് എ ചൈൽഡ്, ഞാൻ ഒരു കുട്ടിയായിരുന്നു. ഇത് ഞാൻ എന്നത് ഒരാൾ ആയതുകൊണ്ട് നമ്മൾ വാസ് ഉപയോഗിക്കുന്നു. ഇനി ഹി ആണെങ്കിൽ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുക? അവൻ ഒരു കുട്ടിയായിരുന്നു. ഹി വാസ് എ ചൈൽഡ്, അതായത് ഐ ഉപയോഗിച്ച അതേ മെത്തേഡ്. ഹി വാസ് എ ചൈൽഡ്. നമുക്കതുപോലെ തന്നെ പറയാം ഷീ വാസ് എ ചൈൽഡ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് വാസ് എ ചൈൽഡ്, അല്ലെങ്കിൽ പറയാം ഷാജി വാസ് എ ചൈൽഡ്. അപ്പോൾ വാസിന്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കണം. ഇനി നമുക്ക് വേർ എന്നതിനെ കുറിച്ച് പഠിച്ചാലോ. നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ കുട്ടികളായിരുന്നു. വി വേർ ചിൽഡ്രൻ. നമ്മൾ നേരത്തെ എന്തുപയോഗിച്ച എ ചൈൽഡ്, ഐ വാസ് എ ചൈൽഡ്. ഇവിടെ വന്നപ്പോഴോ വി വേർ ചിൽഡ്രൻ. അതായത് നമ്മളിവിടെ എന്താണ്, ഒരുപാട് പേരുണ്ട്. അതായത് ഒരുപാട് പേരുള്ളപ്പോൾ എന്താണ്, നമ്മൾ ചൈൽഡ് സിംഗുലർ ആണ്, അതിൻ്റെ പ്ലൂരൽ ഫോമായ ചിൽഡ്രൻ ഉപയോഗിക്കണം. വി വേർ ചിൽഡ്രൻ, ഞങ്ങൾ കുട്ടികളായിരുന്നു. അതുപോലെ യു, അതായത് നിങ്ങൾ കുട്ടികളായിരുന്നു. അതെങ്ങനെ പറയാം? യു വേർ ചിൽഡ്രൻ. യു വേർ ചിൽഡ്രൻ. ഇനി നമ്മൾ പറയാണ് ഒരാളെ കുറിച്ച്, നീ ഒരു കുട്ടിയായിരുന്നു. അതെങ്ങനെ പറയാം? യു വേർ എ ചൈൽഡ്. ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സംശയമാണ്, യു വേർ അല്ലെങ്കിൽ യു വാസ് എ ചൈൽഡ് വരണോ? വരാൻ പാടില്ല. കാരണം യു എന്നത് ഒരു VIP വാക്കാണ്. യു വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? യു വരുമ്പോൾ എപ്പോഴും നമ്മൾ അതിനെ പ്ലൂരൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. പക്ഷേ നമ്മൾ എന്ത് പറയണം? യു വേർ എ ചൈൽഡ്. അവിടെ എന്താണ്? നീ എന്ന് പറയുന്നത് ഒരു കുട്ടിയാണ്. യു വേർ എ ചൈൽഡ്. അത് ഒരുപാട് പേരുണ്ടെങ്കിലോ യു വേർ ചിൽഡ്രൻ.